Welcome to the new session. Okay. ഈ എലോൺ മസ്ക് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണെന്ന് പറയുന്നത്. അദ്ദേഹം ഓരോ സെക്കൻഡിലും ഭയങ്കര ലൈവായിരിക്കുള്ളൂ. മൈൻഡ്ഫുൾനെസ് എന്ന് പറയില്ലേ, പ്രസൻറ്റിൽ അദ്ദേഹത്തിന് ഭയങ്കര ഫോക്കസാണ്. ഓരോ മിനിറ്റിൽ 60 സെക്കൻഡിലും എക്സ്ട്രീം ഫോക്കസ്, ഓരോ മണിക്കൂറിൽ 60 മിനിറ്റിലും എക്സ്ട്രീം ഫോക്കസ്, ഒരു ദിവസത്തിൽ 24 ഹവേഴ്സും എക്സ്ട്രീം ഫോക്കസ്. അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ട്രേഡിങ് സെഷൻ എത്ര ഡ്യൂറേഷൻ ഉണ്ടോ അത്രയും സമയമെങ്കിലും ഫുൾ ഫോക്കസ് ആയിട്ടിരിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിങ്ങിൽ ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ ട്രേഡിങ് സെഷൻ എന്ന് പറയുന്നത് 15 മിനിറ്റാണ്. 15 മിനിറ്റ് കൊണ്ട്, അതായത് 15 മിനിറ്റിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. നമ്മൾ ഒരു ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചാണ് എടുത്തത്, ബ്രേക്ക് ചെയ്തില്ല. 2 മിനിറ്റാണ് എടുത്ത് നമുക്ക് നോക്കാം. തൽക്കാലം വേറെ പേഴ്സിൽ പോയിട്ട് വരാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഫോക്കസ് ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റായിട്ട് ഒരു സെഷനിൽ ഫുള്ളായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതായിട്ടുള്ള, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ മനസ്സിലോട്ട് ഓട്ടോമാറ്റിക് വരും ഈ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഫോക്കസായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതിയാണ്. ഒരു സപ്പോർട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമെന്നുള്ള അറിയില്ല കേട്ടോ. സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വന്നത്. ഇവിടെ ഒരു ഹാമർ, ഇത് നോക്കാം, അത് ലോസ് ആവും. ഇതിപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ റിവെഞ്ച് ആക്റ്റീവ് ആവും. വേണ്ട, വിട്ടേക്കാം. നമ്മളുടെ റൂൾസ് പ്രകാരം അങ്ങനെ ചേസ് ചെയ്യാൻ പാടില്ല. ഒരു സപ്പോർട്ട്, ഈ പ്രൈസിൻ്റെ ഇങ്ങനെ മൂവ്മെൻറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഭയങ്കര രസമാണ്. നമ്മൾ റിവെഞ്ച് ആക്കാൻ വേണ്ടിയാണ് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മിക്കവാറും സംഭവിക്കാൻ പോകുന്നുണ്ടല്ലോ, ഇത് ബ്രേക്ക് ചെയ്യും, കുറച്ച് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് ക്യാൻഡിൽ വരുന്നതായിരിക്കും.
ഉം. ഞാൻ ഓപ്പോസിറ്റ് എടുത്തു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേ അല്ല മാർക്കറ്റ് പോകുന്നത്. 4 കൊടുത്തേ. ഓക്കെ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് ലോസ് ആയി കഴിഞ്ഞാൽ ആക്ച്വലി ഈ പെയർ മാറ്റണം. ഈ പെയർ മാറ്റില്ല എന്നുണ്ടെങ്കിൽ റിവഞ്ച് അടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് കൂടി പോകും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത് ആക്ച്വലി. ഓക്കെ, ഇമോഷൻസ് അടിച്ചുകൊണ്ടിരിക്കേണ്ട പോലെ കിടന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി. ഞാൻ എടുക്കുന്നില്ല, ഞാൻ എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. നമുക്ക് ആക്ച്വലി ഇത് ലോ പ്രോഫിറ്റ് തരാണ്ട് അപ്പോൾ വേറെ നോക്കാം. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തു. അവിടെ ആക്ച്വലി ട്രേഡ് എടുക്കാൻ വേണ്ടി തോന്നിയിരുന്നു, റിവഞ്ച്. ഒറ്റ ട്രേഡ് എടുത്തു. അടുത്ത് നോക്കാം. ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. കണ്ടോ, നമ്മളുടെ പ്രഡിക്ഷനൊക്കെ കറക്റ്റായിരുന്നു. തിരിച്ച് വന്നു. ഇവിടെ ട്രേഡല്ലേ ഇവിടെ. ഓക്കെ, ഇവിടെ ട്രേഡ് എടുക്കാൻ കാരണം വേറെ ഒന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 1 2 3 4 5 ഒരു 5 റെഡ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് മുകളിലോട്ട് 2 ഗ്രീൻ ക്യാൻഡിൽ വന്നത്. അപ്പോൾ തിരിച്ച് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയോണ്ട് എടുത്തത്. നോക്കാം. ഇതൊന്നും ഇവിടെ നമ്മളെ ഇമോഷൻസിനെ വെച്ച് കളിക്കാൻ ചാൻസ് ഉണ്ട്. അത് ലാസ്റ്റ് നിമിഷം വേണ്ട, നമ്മളെ ലോസിലോട്ട് വേണമെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോകും. ഈ ബൈനറി ഓപ്ഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു ട്രേഡ് എടുത്തു. ഇതെടുത്തത് ഇവിടെ ഒരു ടീസർ ടോപ്പും ഒരു ഡോജിയും വന്നുകൊണ്ടാണ് സെല്ലെടുത്ത്. പക്ഷേ അടുത്ത് നോക്കാം, ഉറപ്പൊന്നുമില്ല. എത്ര പേരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചിട്ടുണ്ടാവുമല്ലേ. ഒരുപാട് പേരിവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും. ഇഷ്ടംപോലെ ബൈ ചെയ്തവരെല്ലാം സ്റ്റോപ്പ് ലോസ് അടിച്ചു. നമ്മൾ ഓപ്പോസിറ്റ് ചെയ്തത്, സെല്ലാണ് ചെയ്തത്. പക്ഷെ നമുക്ക് ലക്കില്ല. പ്യൂർലി അത് നമ്മുടെ ഡിസിഷൻ കറക്റ്റായിരുന്നു, പക്ഷെ ലക്കില്ലാത്തതുകൊണ്ടാണ് നമുക്കത് നഷ്ടം വന്നത്. ഇതെങ്ങനെയാണ് മാൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നല്ല, റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
റെസിസ്റ്റൻസ് ഉണ്ട്. ഷോർട്ട് സ്മോൾ റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് ഒരു വിക്ക് സെല്ലടിച്ചു. ഓക്കെ, സെല്ലടിക്കാനുള്ള കാര്യം പറഞ്ഞുതരാം. ഓൾറെഡി ഈ ഭാഗത്ത് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, കണ്ടോ ഇവിടെ. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയേക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഇൻവേർട്ടർ ഹാമർ വന്നു, റെഡ്. അത് ആക്ച്വലി ഒരു സെൽ സിഗ്നലാണ്. പക്ഷെ അതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഫേക്ക് ക്യാൻഡിൽ എന്ന് പറയാം. ദെൻ വീണ്ടും ഒരു ഹാമർ വന്നു. തീർച്ചയായിട്ടും താഴേക്ക് വരും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ വരുമോ, നമുക്ക് തരുമോ എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ നമ്മൾ റിവെഞ്ച് ആക്റ്റീവ് ആവാം. പക്ഷേ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള 3 ട്രേഡാണ് എക്സ്ട്രാ എടുത്തുള്ളൂ. ഇതൊരു പ്രോബബിലിറ്റി ഗെയിമല്ല. നമുക്ക് ട്രേഡ് എടുക്കുക എന്നുള്ളൂ, റിസൾട്ട് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇവിടുത്തെ സിനറിയോ പറഞ്ഞുതരാം. ഇത് നമ്മൾ പ്രോഫിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നേരത്തെ ഇതിലെടുത്ത ആ ഒരു ട്രേഡ് എടുത്തപ്പോൾ ലോസ് ഒന്നുമില്ല, അത് കവർ ചെയ്യും. പിന്നെ 2 പ്രോഫിറ്റും കൂടി വേറെ കിട്ടും, അപ്പോൾ കുറച്ച് ലോസ് നമുക്ക് കവർ ചെയ്യും. അതേസമയം ഇത് ലോസിലോട്ട് പോയാലോ, അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷൻ വീണ്ടും റിവഞ്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർക്കായി തുടങ്ങും, കണക്റ്റഡ് ആയിട്ട്. ഓൾറെഡി നേരത്തെ ലോസ് ആയതിൻ്റെ ഒരു റിവഞ്ച് മനസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യും ഈ റിവഞ്ച് എന്നുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു ലോസ് വന്നുകൊണ്ട് ചെറിയ റിവഞ്ച് ഉണ്ട്. ഇപ്പോൾ വീണ്ടും മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തപ്പോൾ അത് പ്രോഫിറ്റ് അയച്ചെങ്കിൽ ലോസ് കവർ ചെയ്താണ്. പക്ഷെ അത് ഒരു വീണ്ടും ലോസിലോട്ട് പോയി. അപ്പോൾ അത് മാഗ്നറ്റ് പോലെ പഴയ മാഗ്നറ്റിനൊപ്പം, പഴയ ലോസ് മാഗ്നറ്റിനൊപ്പം വീണ്ടും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് കൂട്ടിച്ചേർന്ന് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിവഞ്ചാവും. അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അത് പ്രോഫിറ്റായി, ലോസ് കുറച്ച് കവർ ചെയ്തു. ഇത് ആക്ച്വലി ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നമ്മളുടെ ഈ ഇമോഷൻസിനെ നോക്കി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു ബൈ എടുത്തു. എനിക്കിത് അനലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അത് 3 മിനിറ്റിൻ്റെ എടുത്തത്, വേറെ ഒന്നുമില്ല. ഭയങ്കര കോമഡി ആയിട്ടത്. ഓക്കെ, നമ്മളിതിൽ ആദ്യം ട്രേഡ് എടുത്താണ്. ഇതിൽ ബൈ എടുത്തിരുന്നു, അതുപോലെ സെല്ലൊക്കെ എടുത്തിരുന്നു. അതൊക്കെ ബൈയും 2ഉം ലോസായി. അപ്പോൾ ഈ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു. ഒരുപാട് ആൾക്കാർ സ്റ്റോപ്പ് ലോസ് എടുപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ടാവും. ആ സെല്ല് ചെയ്ത ആൾക്കാരെല്ലാം ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട് ഈ ക്യാൻഡിൽസ് മുന്നോട്ട് വന്നപ്പോൾ. അപ്പോൾ ഞാനിവിടെ നിന്ന് പ്രെഡിക്റ്റ് ചെയ്തത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാനും ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ബൈ ചെയ്തത്. 3 മിനിറ്റാണ്, നമുക്ക് നോക്കാം. നമ്മളെ വീണ്ടും പറ്റിച്ച ചിലപ്പോൾ ലോസാണ്, കുഴപ്പമില്ല, നമുക്ക് അടുത്ത് നോക്കാം. ഞാനതിൽ എടുക്കാൻ കാരണം നമ്മളുടെ ആ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാനും വർക്ക് ചെയ്യാനും വേണ്ടി. എന്താണ് സംഭവിക്കണമെന്ന് പറയണ്ടേ. ഓക്കെ, നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞു. ഈ ട്രേഡ് റിസൾട്ട് വന്നിട്ട് നമുക്ക് ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യാം. 1 മിനിറ്റ് കൊണ്ട് മേളിലോട്ട് എത്തും, എന്ത് തോന്നുന്നു?
ഇവിടെ സെല്ലിംഗ് ആണോ ബൈയിങ് ആണോ? എനിക്ക് സെല്ലിംഗ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ 2 ക്യാൻഡിൽ കണ്ടപ്പോൾ. ഓക്കെ, ഇൻവെർട്ടർ ഹാമറൊക്കെയാണോ? പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ. പ്രശ്നം. ഞാൻ 2 ട്രേഡ് എടുത്തേ. വീണ്ടും എടുത്തേ. ഓക്കെ, നമ്മുടെ ഇത് കവർ ചെയ്തു, ലോസ് കവർ ചെയ്തു. പക്ഷേ 1 മിനിറ്റിൻ്റെ ട്രേഡ് എടുത്ത് ലോസിലോട്ട് 30 സെക്കൻഡ് എടുത്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇത് മേളിലായിട്ട് വരും കേട്ടോ. ഇത് നമ്മളെ പറ്റിക്കനാണ്. നെക്സ്റ്റ് 3-4 എണ്ണം ഇപ്പോൾ സെല്ലിംഗ് പോലെ തന്നെ നിൽക്കുന്നത്, പക്ഷേ പറ്റിക്കനാണ്. മേളോട്ട് പോകും. ഞാൻ ട്രേഡ് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ സമയം കഴിഞ്ഞല്ലോ. നമുക്ക് മെയിനായിട്ട് നമ്മുടെ റൂൾസിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ടൈമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രേഡ് എടുത്തിരുന്നു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുന്നു. മേലോട്ട് പോകുന്നത് അത് 1-2 ക്യാൻഡിൽ മേലോട്ട് വരാം. ആക്ച്വലി നമ്മളെ പറ്റിക്കാനാണ് ഉറപ്പാണത്. ഓക്കെ, 1 ക്യാൻഡിൽ വന്നു. ഓക്കെ, വന്നു. നമുക്ക് കുറച്ചുകൂടി ഫണ്ട് അക്കൗണ്ടിലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റിസ്കി ട്രേഡൊക്കെ എടുക്കും. ഒരു 10 ട്രേഡൊക്കെ എടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടല്ലോ, അതായത് ആക്ച്വലി ഞാൻ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ, ഇവിടെ വീട് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമ്മളുടെ ഒരു പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നായിരുന്നു എനിക്ക് കുറച്ചൊരു വിശ്വാസമായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല എന്ന് വെച്ചാൽ ഒരു സമയം കഴിഞ്ഞുകൊണ്ടാണ്. നമ്മളുടെ റൂൾസ് നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഇമോഷൻ വൈസ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. നോർമലി ആളുകൾ ഇങ്ങനത്തെ ക്യാൻഡിൽസിനും കൂടെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, അപ്പോൾ തിരിച്ച് വേറെ എന്ത് സംഭവിക്കാം. അതല്ല, ഈ 4 റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അത് സെൽ സിഗ്നൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാൻഡിൽ വരാം. വന്ന് കണ്ട് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് എടുപ്പിച്ച് ഇനി ഇത് താഴേക്ക് വരും. ഓക്കെ, അങ്ങനെ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സെഷനിൽ കാണാം.